ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇങ്ങനെയുള്ള മസാലകളൊന്നും വേണ്ട. ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഒരു തുള്ളി പോലും ഓയിൽ ഞാൻ ഈ കറിയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും ഇല്ലാണ്ട് എന്ത് ചിക്കൻ കറിയാന്ന്. ബട്ട് ഇതൊരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇഷ്ടപ്പെടും. 100% ഷുവറാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇത് 1 കിലോഗ്രാം ചിക്കനാണ്. നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 മീഡിയം സൈസ് സവോളയും 2 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തതാണിത്, അതും വേണം. ഇനി ഒരു കുക്കർ എടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ തക്കാളി ചേർക്കുക. കൂടെ 2 പച്ചമുളകും കൂടെ ചേർക്കണം. പിന്നെ അതിലേക്ക് പൊട്ടറ്റോ, നമ്മൾ കഴുകി എടുത്ത് വെച്ച ചിക്കനും കൂടെ ചേർക്കുക. ഇതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ച് വെക്കാം. ഇനി എടുത്തു വെച്ച് തേങ്ങേൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത് ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും. ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകരുത്. ടീസ്പൂണ് ചെറുതും ടേബിൾ സ്പൂണ് അതിൻ്റെ വലുതുമാണ്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇത് 3 ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇതിൽ നമ്മൾ എണ്ണ ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പക്ഷെ ഞാൻ ചേർക്കാറില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂടെ 5-6 കാഷ്യൂ നട്ട്സ് ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. അപ്പോഴേക്കും കുക്കറിൻ്റെ ആവിയൊക്കെ പോയി നമുക്ക് തുറക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കരുത്, ചിക്കനൊക്കെ പൊടിഞ്ഞു പോവും. കൂടെ തന്നെ കറിവേപ്പില, ഉപ്പ് ഇതൊന്ന് ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഗീ റൈസ്, അപ്പം, പത്തിരി, ചപ്പാത്തി ഇവക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.